സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോകരക്ഷിതാവും സർവ്വപരിപാലകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം നന്മയിലാക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസിനികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങളുടെ സാന്ദർഭികമായി മനസ്സിരുത്തേണ്ട ഒരായത്താണ് നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ഒതുങ്ങിയുന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്ന. നല്ല മനസ്സോടെ, നല്ല മനസാന്നിധ്യത്തോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ നന്മയുടെ വാക്കുകൾ കേൾക്കാൻ, ഇഹപര സൗഭാഗ്യത്തിന് വഴിയൊരുങ്ങുന്ന നസീഹത്തുകൾ കേൾക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്ക് പലതിനോടാണ് സ്നേഹം. അത് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്ക് നൽകിയൊരു അനുഗ്രഹമാണ്, പലതിനെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ്. അത് ഖുർആൻ തന്നെ ആലുംറാൻ സൂറയിൽ തുടക്കത്തിൽ കാണാൻ പറ്റും. ചില വസ്തുക്കളോട് മനുഷ്യന്റെ സ്നേഹം. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ മിനസ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. ഇതൊക്കെ അള്ളാഹ് ഭൂമിയിൽ മനുഷ്യർക്ക് സൃഷ്ടിക്കപ്പെട്ട അനുഗ്രഹങ്ങളാണ്. എന്നാ മനുഷ്യനെ പറ്റി അല്ലാഹ് സുയ്യിന ലിന്നാസി, മനുഷ്യൻ അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു കാമ്യ വസ്തുക്കളുള്ള സ്നേഹം. എന്നിട്ട് അല്ലാഹു എണ്ണി പറയാ, മിനൻ നിസാ, സ്ത്രീകൾ, ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ, മക്കള്, അങ്ങനെ ഒന്നൊന്നായി ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ, ഇതൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ. എന്നാൽ സഹോദരങ്ങളെ, ഇതിനോടൊന്നും ഇഷ്ടക്കുറവ് നമുക്ക് പാടില്ല. ഇഷ്ടം വെച്ച് മുന്നോട്ട് പോവുക എന്നത് ശരിയല്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നതൊക്കെ ആവാം, അല്ലേ? വാപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, അയൽപ്പക്കക്കാരുടെ സ്നേഹം, ഇതൊക്കെ റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് നൽകിയ വലിയൊരു ബറക്കത്താണ്. അത് മറ്റു ഇതര ജീവജാലങ്ങൾ കാണാൻ പറ്റൂല. അവരുടെ സ്നേഹബന്ധത്തിന്റെ അവസ്ഥ നമുക്കറിയാലോ. എന്നാൽ ഇസ്ലാം ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് എന്താണ്? ഈ സ്നേഹബന്ധങ്ങളൊന്നും അള്ളാഹുവിന്റെയോ അവന്റെ പ്രവാചകന്റെയോ ഇഷ്ടത്തിന് എതിരാകാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗ്ഗമാണ് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്നേഹബന്ധങ്ങൾ നമുക്ക് തടസ്സാണെങ്കിലോ അവയെ മാറ്റി മുന്നോട്ട് പോകണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തടസ്സാണോ? അപ്പൊ അള്ളാഹുവിനോടാണ് ഏറ്റവും കടപ്പാട്, മാതാപിതാക്കളോടല്ല. എന്നാ ഭൗതിക ലോകത്ത് അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ട ഹിദമൊക്കെ ചെയ്തു കൊടുക്കണം. അവർ വീട്ടിൽ നിന്ന് പുറത്താക്കല്ല വേണ്ടത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ ഒരു മകൻ സഞ്ചരിക്കുകയാണ്, ആ വാപ്പി ഇമ്മിയും അതിന് എതിരാണ്. നീ അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോ ഒരു മോന്റെ നിലപാടെന്താണ്? ദീൻ ഉൾക്കൊണ്ടൊരു മകന്റെ നിലപാടെന്താണ്? ഉപ്പാ, നിങ്ങളോട് ഇഷ്ടമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് അടുപ്പമുണ്ട്, നിങ്ങൾ ഈ നിലയ്ക്ക് ഞാൻ ആയതിന്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പാ ഇതാ ശരി. ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് നമുക്ക് അവിടെ. ഉപ്പാ, യാബത്തി, ഉപ്പാ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോകല്ലേ, ആഖിർ നട്ടാകും, ഈ നന്മയുടെ വഴിയിലേക്ക് വരണം. ആ സമയത്ത് വാപ്പ പറയാം, ഇറങ്ങടാ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്, ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എന്നപ്പാ സലാമുൻ അലൈക്ക്. അതൊരു അനുഗ്രഹീതനായ ഒരു മോന്റെ, മാതൃകായോഗ്യനായ ഒരു മോന്റെ നിലപാട്. ഞാൻ പറഞ്ഞെന്താന്ന്, വാപ്പാനോട് ഇഷ്ടം ഉണ്ടാവണം. എന്നാൽ ഇതിനോടൊന്നും ഇഷ്ടം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ഇഷ്ടത്തിന് തടസ്സാകാൻ പാടില്ല. സൂറത്ത് തൗബയിലൊരായത്ത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. കുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ വാപ്പമാരാണെങ്കിൽ, അബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, പറയൂ പ്രവാചകരെ, ഇൻകാനാബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ, അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കച്ചവട സ്ഥാപനം, ഇതൊക്കെയാണോ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുള്ള മഹബത്തിനേക്കാളും ഈ പറയപ്പെട്ടവയോടാണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അള്ളാഹ് കൃത്യമായി പറയുന്നു, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങൾക്ക് വരുന്നതിന് നിങ്ങൾ കാത്തിരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? മരിക്കണോടുകൂടി ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വാപ്പി മക്കളുണ്ടാവില്ല, കുട്ടികളും കുടുംബമൊന്നും ഉണ്ടാവില്ല. റബ്ബിങ്കിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടുമ്പോ ഇതൊന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടൂല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ ഗൗരവത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെയും, ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് റബ്ബിനോടാണ്. ഇരിക്കണേ, ഞാൻ നിങ്ങൾ ആലോചിച്ചു, അള്ളാഹിന്റെ കൽപ്പന നമ്മുടെ മുന്നിൽ വരുന്നു. ആ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട നമുക്ക് തടസ്സാണെങ്കിൽ മാറ്റി മുന്നോട്ട് പോകാനുള്ള ഈമാനികമായ കരുത്ത് ഈ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ കൃത്യതയിലാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോട് മഹബത്ത് വേണം, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം. സ്നേഹം വേണം എന്നതിൽ സംശയമല്ല. അള്ളാഹിന്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം? സ്വശരീരത്തെക്കാൾ റസൂലിനെ സ്നേഹിക്കണം. അള്ളാഹിന്റെ റസൂലിനെ നമ്മള്
നിന്റെ തടി കഴിഞ്ഞിട്ടല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. എന്റെ തടിയേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തടിയാകുമല്ലോ. എന്റെ തടിയേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ, എങ്കിലേ ഞാൻ വിശ്വാസിയാവുകയുള്ളൂ. മഹാനായ റസൂൽ ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി എന്റെ തടി കഴിഞ്ഞ പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ എന്താ, ഒരു യുദ്ധരംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ആദ്യം എനിക്ക് വരുന്ന തടി പിന്നെ നിങ്ങളെ ശരീരത്തിലേക്ക് വരുന്ന തടയുള്ളൂ എന്റെ മാന. ഒരു പ്രതിസന്ധി വരുമ്പോ ഒരാൾ തല്ലാണ്, എന്റെ ശരീരത്തിൽ തട്ടുന്നത് ഞാൻ ആദ്യം തടയും, പിന്നെ നിങ്ങളെ ശരീരത്തിൽ തട്ടും തടയും എന്നാണുള്ള ഉദ്ദേശ്യം. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഉമർ ഉമറെ മുസ്ലിം ആയിട്ടില്ല, അതാകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, എന്റെ ശരീരത്തെക്കാൾ നിനക്ക് ഞാൻ പ്രിയങ്കനായിത്തീരുന്നു. വിശ്വാസികൾ, അതാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലയളവിനുള്ള സഹാബത്ത് അങ്ങനെ തന്നെ സ്നേഹിച്ചത്. അവിടെ ശരീരത്തിലേക്ക് വരുന്നത് വിഷയാക്കിയില്ല. ഹബീബായ പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്നതിനെ സ്വശരീരം കൊണ്ട് ഏറ്റെടുത്ത് ഹബീബായ പ്രവാചകനുള്ള സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പ്രിയപ്പെട്ട സ്വഹാബാ കിറാം. അവരെന്താ, അവരാ ഹദീസിനെ അവർ നെഞ്ചിലേറ്റിലായി നിങ്ങൾക്ക് എല്ലാവരേക്കാളും ഞാൻ പ്രിയങ്കരനാകുന്നതുവരേക്കും നിങ്ങൾക്ക് വിശ്വാസിയാകാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഈ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കുക, അള്ളാന്റെ റസൂലിനുള്ള മഹബത്ത് നമുക്ക് എത്രമാത്രമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂൽ അത്ഭുതപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചൊരു വിഭാഗം വരാനുണ്ട്, ഓൽക്ക് പരലോകത്ത് വലിയ ദർജയായിരിക്കുന്നു. ഈ ഇരിക്കണ ഞാൻ നിങ്ങളും അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടില്ല. വിശ്വാസികളെ, കണ്ടതിലുപരി ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പള്ളിയിൽ കയറിയപ്പോ നിങ്ങൾ അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലിയോ? നബിയെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ കയറി രണ്ടക്കാ സുന്നത്ത് നമസ്കരിച്ചില്ലേ? ഞാനും നിങ്ങൾ തഹിയ്യത്ത് നമസ്കരിച്ചില്ലേ? പ്രവാചകൻ സ്നേഹിച്ചു. ഇന്ന് വെള്ളിയാണ്, സുഹൃത്തെ കഹ്ഫ് സൂറത്ത് ഓതിയോ? നബിയെ സ്നേഹിച്ചു. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയോ? ഇരിക്കണം, ഞാനും നിങ്ങളും പ്രവാചകനെ സ്നേഹിച്ചു. ജുമുഅക്ക് പള്ളിയിൽ വന്നു. അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെ അധ്യാപനവുമാണ് ജുമുഅക്ക് വരാൻ കാരണം. റസൂലുള്ളാഹിന്റെ മഹബത്താണ്. വിശ്വാസികളെ, നബിയെ കണ്ടിട്ടില്ലെങ്കിലും ആ പ്രവാചകനെ കണ്ടതിലുപരി സ്നേഹിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. റസൂലുള്ള പറയാണ്, സഹാബത്തിനെ ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, നിങ്ങളെക്കാളും പദവി സ്വർഗത്ത് കിട്ടാൻ പോകുന്ന ഒരു വർഗം വരാനുണ്ട്. ആരോടാ പറയണെന്നോ? ജീവിതം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ച സഹാബത്തിനോടാ പറയണത്. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിനോട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറയാണ്, നിങ്ങളെക്കാളും പദവി കിട്ടാൻ പോകുന്ന ഒരു വർഗം വരാനുണ്ട്. നബി ആരാണവർ? അവർക്കറിയണം, അവർക്കറിയണം. റസൂലുള്ള പറഞ്ഞു, എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞുവെങ്കിൽ ഈ സംസാരം കേൾക്കുന്നവരെ ഞാൻ നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. റഹ്മാനായ റബ്ബ് നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞെന്താണെന്നോ, നബിയെ ജീവനേക്കാൾ സ്നേഹിക്കണം. ഇന്നെങ്ങനെ നബിയെ സ്നേഹിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ആകെ മൗലിദാഘോഷമാണ്, പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടലാണ്. വിശ്വാസികളെ, ഈ മാസം അതിനായിട്ട് സ്പെഷ്യലാണ് റബീഉൽ അവ്വൽ മാസം. നബിയെ സ്നേഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തൊരു മാസം. എന്നാൽ നമ്മൾ പ്രമാണങ്ങളുടെ പിൻബലങ്ങളിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഞാനൊരു കാര്യം, പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടൽ ഇസ്ലാമികമല്ല എന്ന് ഞാൻ പറയുന്നു. ഈ മിമ്പറിന്റെ മഹത്വം എന്താ? അള്ളാന്റെ റസൂൽ ഖുത്ബ പറഞ്ഞ മിമ്പറാണ്. മിമ്പറയിലൂടെയാണ് പ്രവാചകന്റെ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചത്. പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടൽ ഇസ്ലാമികമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഒരു കാര്യം. എന്റെ എന്തെങ്കിലും താല്പര്യത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ എന്റെ നരകത്തിലെ സീറ്റ് റിസർവ്ഡാണ്, ഒരു സംശയ വിഷയത്തില്ല. വിശ്വാസികളെ, ഇത് നിസ്സാര വിഷയമല്ല. പ്രവാചക സ്നേഹം കൊണ്ടാടുക, ജന്മദിനം കൊണ്ടാടുക, അതാണ് സ്വർഗം കിട്ടാനുള്ളൊരു വഴി. അതാണ് പ്രവാചകന്റെ മഹബത്ത്. ആരെങ്കിലും അത് നോ എന്ന് പറയുകയും അതിനോട് താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളെ കേരളക്കരയിലുണ്ട്. എന്നാ ഞാൻ പറയട്ടെ, ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനെ അംഗീകരിക്കുന്നേയില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താ? ഖുർആനാണ്, സുന്നത്താണ്, സ്വഹാബാ കിറാമിന്റെ മാതൃകകളാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, 63 വർഷക്കാലം പ്രവാചകൻ തിരുമേനി ജീവിച്ചിട്ടുണ്ട്. 63ാമത്തെ വർഷത്തിൽ സ്വാഭാവികമായ മരണമാണ് ഹബീബായ പ്രവാചകൻ ലോകത്തോട് തന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു മടിയിൽ കടന്നുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് യാത്രയാകുന്നത്. വിശ്വാസികളെ, 63 ദിവസം നബിയുടെ 63 വർഷം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 40 വയസ്സ് മുതലുള്ള നുബുവത്ത് കിട്ടിയതിനു ശേഷം കാലയളവ് നോക്ക്, 23 വർഷം. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ഇത് പുണ്യകരമാണ് കൂട്ടരെ, ഇത് പ്രതിഫലാർഹമാണ്, എന്റെ ജന്മദിനം കൊണ്ടാടണമെന്ന് ഹബീബായ പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ തെളിയിക്കാൻ സാധ്യത ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നബി എന്താ കാണിച്ചതെന്നോ? ജന്മദിനത്തിന്റെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹിന്റെ മീലാദെങ്കിൽ
എല്ലാ തിങ്കളാഴ്ചയും പ്രവാചകൻ തിരുമേനി നോമ്പ് നോറ്റിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും പ്രവാചകൻ തിരുമേനി നോമ്പ് നോറ്റിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ഇത്തിബാഅ്. അതാണ് പ്രവാചകന്റെ സുന്നത്ത്. 63 വർഷം ജീവിച്ച പ്രവാചകൻ തിരുമേനി പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. എന്നാ റസൂലുള്ളാന്റെ സ്വഹാബത്തോ? നബി എന്നാ അതാണ് മറന്നു നമുക്ക് വെക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവനേക്കാളത്തിന്റെ സ്വഹാബത്തല്ലേ പ്രിയപ്പെട്ടവരെ ഖുലഫാ റാഷിദീൻ, 4 ഖലീഫുമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കും. അവർ ഭരണം കൈയാളിയവരാണ്, ഭരണം നടത്തിയവരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4.5 വർഷം ഖിലാഫത്തിൽ നിന്നിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിലാഫത്തിൽ നിന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 10 വർഷം, അലി റളിയല്ലാഹു അൻഹു 4 വർഷം ഖിലാഫത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ എല്ലാമായ പ്രവാചകന്റെ ജന്മദിന ദിവസം വന്നുമ്പോ ഭരണകൂടത്തിന്റെ എല്ലാവിധ ഒത്താശയോടുകൂടി പ്രിയപ്പെട്ടവരെ ഈ ഒരു ഏർപ്പാട് കൊണ്ടാടിയോ? ഞാൻ എന്തിനു സൂചിപ്പിക്കുന്നുവെന്നോ, ഓരോ ദിവസം വർദ്ധിക്കാണത്. 2 പെരുന്നാൾ ദിവസം പള്ളി അലങ്കരിക്കൂല. റമദാൻ വന്ന ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ മദ്രസകൾ അലങ്കരിക്കുന്നു, പള്ളി അലങ്കരിക്കുന്നു. നബിദിനാഘോഷം എന്നത് വലിയ സമുചിതമായി നമ്മുടെ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലവരും അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ മുത്ത് റസൂലിന് മഹബത്ത് വെക്കാത്തവരാണെന്ന് മുദ്ര കുത്തുമ്പോ ഇതിലെ ശരിയും തെറ്റും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് നമ്മുടെ ചുമതലയാണ്. നിങ്ങൾ ഈ ഹുത്വ കേട്ട് ഇറങ്ങിപ്പോയാൽ പോരാ. നിങ്ങളുടെ ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, സുഹൃവലയങ്ങളിൽ, നിങ്ങളുടെ കല്യാണ ബന്ധങ്ങളിൽ പല നിലക്കുള്ള ബന്ധം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അവരോട് ഈ കാര്യങ്ങൾ വേർതിരിച്ച് വകതിരിച്ച് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരോട് എനിക്കറിയാം, നമ്മളിത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഈ ഖലീഫുമാരൊക്കെ അവര് കൊണ്ടാടിയിട്ടില്ല. നബിയുടെ സഹാബത്തിനോടൊക്കെ ആ സഹാബത്തിനൊക്കെ നബിനോടുള്ള സ്നേഹം വിവരിക്കാൻ പറ്റാത്തത്ര സ്നേഹം. എന്നാ 4 ഖലീഫുമാരുടെ കാലം കഴിഞ്ഞു. ഉത്തമ നൂറ്റാണ്ടിൽ ഈ ഏർപ്പാടുണ്ടായിട്ടുണ്ടോ? 4 മദാഹിബിൽ അർബ, 4 ഖലീഫും, 4 മദ്ഹബിന്റെ ആളുകൾ, അവരൊക്കെ ദീനിന് സേവനം ചെയ്തവരാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ഷാഫി റഹ്മത്തുള്ള, ഹനഫി റഹ്മത്തുള്ള, ഹംബലി റഹ്മത്തുള്ള, മാലിക്കി റഹ്മത്തുള്ള, ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ഈ ഉമ്മത്തിന് സേവനം ചെയ്ത മഹത്തുക്കളാണ്. അവരാരും ഈ ഏർപ്പാട്, ഇവരൊക്കെ മഹാനായ ഷാഫി റഹ്മത്തുള്ള മരിക്കുന്ന ഹിജ്റ 208 മാലിക്കി റഹ്മത്തുള്ള ഹിജ്റ 179 ഹനഫി റഹ്മത്തുള്ള 152 ഹംബലി റഹ്മത്തുള്ള 243 പ്രിയപ്പെട്ടവരെ, ഇവരുടെ കാലയളവിലൊന്നും ഈ ഏർപ്പാടില്ല. പിന്നെ അത് എപ്പോഴാണ് ഉണ്ടായത്? ഫാത്തിമിയാക്കയുടെ ഭരണകാലത്താണ്. ഫാത്തിമിയാക്കയുടെ ഭരണകാലത്താണ്. മുളഫർ എന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആളുകൾ അതൃപ്തരായപ്പോ ആളുകളെ എങ്ങനെയെങ്കിലും തന്റെ ഭരണത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ട ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടത് ഈ ജന്മദിനാഘോഷം. ഞാൻ പറഞ്ഞെന്താണെന്നോ, പള്ളികൾ അലങ്കരിക്കുന്നു, സമുചിതമായ ആഘോഷങ്ങളാണ്. ഇതെന്താണെന്നോ, മറ്റുള്ള മതസ്ഥരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമാഴും പിൻപറ്റും എന്ന് റസൂൽ പറഞ്ഞതിന്റെ കൃത്യമായൊരവസ്ഥയാണ്. ഈസാ പ്രവാചകന്റെ ജന്മദിനാഘോഷം സമുചിതമായി ആഘോഷിക്കുമ്പോ പള്ളികൾ മറ്റും അലങ്കരിക്കുന്നത് പോലെ, സുഹൃത്തുക്കൾ റസൂൽ പറഞ്ഞല്ലേ, മറ്റു സമുദായത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്ത് പിന്തുടരും. ഒരു ഉടുമ്പിന്റെ മാളത്തിലൂടെയാണ് മറ്റുള്ളവർ കയറിപ്പോകുന്നെങ്കിൽ എന്റെ ഉമ്മത്തും കയറിപ്പോകാൻ മടി കാണിക്കുകയില്ലെന്ന് റസൂൽ പറഞ്ഞെങ്കിൽ ഇന്ന് ലോകത്തിന്റെ വിഷമകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണെന്നോ, നബിയെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, ഖുർആൻ പറയാണ്, കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. യുഹിബ്ബുക്കുമുല്ലാഹ്, റഹ്മാനായ റബ്ബ് നിങ്ങളെയും ഇഷ്ടപ്പെടും. അതുകൊണ്ട് വിശ്വാസികളെ, പ്രവാചകനെ സ്നേഹിക്കണമെന്നതിൽ സംശയമില്ല. മുത്ത് റസൂൽ എങ്ങനെ നമ്മെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടോ അങ്ങനെ സ്നേഹിക്കണം. നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കുന്നത്? ഇപ്പൊ നിസ്കരിക്കാൻ, ഒരു നിസ്കാരത്തിൽ എത്ര സംശയങ്ങളാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടാ? പ്രമാണങ്ങളുള്ളത് കൊണ്ടാണ്. നിസ്കരിക്കുമ്പോൾ റുക്കൂ എങ്ങനെ ചെയ്യേണ്ടത്, സുജൂദ് എങ്ങനെ ചെയ്യേണ്ടത്, എഴുത്തിദാൽ എങ്ങനെ, നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ടാ ചോദിക്കുന്നത്? ഹദീസിൽ കൃത്യമായിട്ട് എങ്ങനെയുന്നുണ്ട്, ഖുർആനിൽ ചില സൂചനകളുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയണം. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യാൻ പാടൂ. നോമ്പ് കാലത്ത് സംശയ ആളുകൾക്ക് എന്തേ കാരണം? നോമ്പ് എങ്ങനെ നോൽക്കണം റസൂൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉമിനീര് ഇറക്കാൻ പറ്റുമോ? സൂചി കുത്താൻ പറ്റുമോ? ചെവിയിൽ വെള്ളം കയറിയ പ്രശ്നമാകോ? ഇല്ലേ? പനിയാണ്, ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റുമോ? എന്തേ സംശയം? നോമ്പിന്റെ കൃത്യമായ വിധിവിലക്കുകൾ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ കാര്യങ്ങൾ, ഒരു ഹജ്ജിന് ഒരാൾ ഇറങ്ങിത്തിരിച്ചാല് നിയ്യത്ത് വെക്കണം മുതൽ പഠിക്കാൻ തുടങ്ങും. ഹജ്ജ് കഴിഞ്ഞാലും സംശയം തീരും ആളുകൾക്ക്. എന്തുകൊണ്ടാ? പ്രമാണങ്ങൾ കൃത്യമായിട്ടുള്ളത് കൊണ്ട്. പ്രമാണങ്ങൾ നോക്കിയ പ്രശ്നം പരിഹരിക്കപ്പെടും. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം
ഇങ്ങനെ സംശയം ഇല്ലേ? ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഹദീസിന്റെ ഒരു പൊട്ടെങ്കിലും ഈ ഒരു വിഷയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്നാലും ഇതാണ് സ്വർഗം കിട്ടാനുള്ള ഏർപ്പാട് എന്ന ആളുകൾ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പൊ പ്രമാണങ്ങൾ ഈ വിഷയത്തിലില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കണം. എന്നാൽ നബി പഠിപ്പിക്കാത്തൊരു നിസ്കാരം ഞാൻ നിങ്ങൾ നിർവഹിച്ചാലോ പ്രിയപ്പെട്ടവരെ കുറ്റകരമാണ്. സുബഹിക്ക് എണീക്കണം, നല്ല സമയം, നല്ല റാഹത്തായ ഒരു സമയം, ഉറക്കൊക്കെ എണീറ്റ് നല്ല ഫ്രഷാണ് അല്ലേ? സുബഹിസ്കാരൻ 2 റക്അത്ത്, അത് 4 പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഫാത്തി ഒന്നുകൂടിയും കിട്ടല്ലേ, 2 ഫാത്തിയോടും കിട്ടല്ലേ, റുക്കുവും സുജൂദും കൂട്ടല്ലേ? പറ്റൂല പ്രിയപ്പെട്ടവരെ. ഇസ്ലാം ദീൻ പൂർത്തീകരിച്ച് കൈകളിൽ തന്നു. ഇസ്ലാം ദീൻ പൂർത്തീകരിച്ച് കൈകളിൽ തന്നതിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അല്ലേ? എല്ലാം പൂർത്തീകരിച്ച് ഇസ്ലാം ദീൻ ഭദ്രാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നിരിക്കുന്നു. ഒന്നും അതിൽ ചേർക്കാനോ കുറക്കാനോ ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് അധികാരമല്ല. സഹോദരങ്ങളെ, ഇരുത്തം വന്ന പണ്ഡിതന്മാർ വിഷയത്തിൽ എത്ര ഗൗരവത്തോടെയാണോ സംസാരിച്ചത്. ഒരാൾ ഇസ്ലാം ദീൻ ഇമാം ഫാക്കിഹാനി റഹ്മുല്ല അതുപോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കെന്താണ്? ഇമാം മാലിക്, ഞാൻ പറഞ്ഞല്ലോ 4 മദ്ഹബിന്റെ ഇമാമിൽ ഒരാളാണ് ഇമാം മാലിക് റഹ്മുല്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താന്നോ? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ആരെങ്കിലും ഇസ്ലാമിലില്ലാത്ത, റസൂൽ പഠിപ്പിച്ച് കയ്യിൽ തന്ന മതത്തിലില്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടാക്കിയാൽ അവൻ എന്താ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അള്ളാഹുവിന്റെ റസൂൽ ദീന് പൂർത്തീകരിക്കാതെ കുറച്ച് പൂർത്തീകരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു പോയി എന്ന വലിയൊരു കുറ്റാരോപണം നിർവഹിക്കുന്നത്. ഇതിന്റെ ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഉണർന്നിരുന്നത് കേട്ടോക്കാണ്. ആ പണ്ഡിതൻ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ദീൻ പൂർത്തീകരിക്കാതെ കുറച്ച് നമ്മളെ ഏൽപ്പിച്ചു പോയി എന്ന വലിയൊരു ആരോപണമാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു മതമായി ഒരാൾ കൊണ്ടു നടന്നാൽ സംഭവിക്കാൻ പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആയതിനാൽ അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. അടിയവരായിട്ട് മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ, അന്ന് ദീനല്ലാത്ത ഇന്നും ദീനല്ല. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിന്റെ ഗൗരവം ചുരുങ്ങിയ രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നല്ലോണം സ്നേഹിച്ചോളൂ. എല്ലാവരും മുത്ത് റസൂലിനെ നല്ലവണ്ണം സ്നേഹിച്ച സുന്നത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കും. മഹാനായ പ്രവാചകന്റെ സുന്നത്തുകൾ, രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയൊക്കെ എത്ര സുന്നത്തുകളാ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിയാൻ ഒരേ ഒരു മാർഗം മാത്രമാണ്. സൗബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശ്വാസികളെ പ്രവാചകന്റെ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ്. അവരൊക്കെ നബിയെ സ്നേഹിച്ചതിന്റെ ഒരു അംശം എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്ന് ആലോചിക്കും. ഒരു സഹാബി കരയുന്നു, കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിയെ നബി ഇങ്ങനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണ് നീര് ചാലിട്ടൊഴുകുന്നു. നബി കുറച്ച് കഴിഞ്ഞപ്പോ, എന്താ സൗബാനെ പ്രശ്നം? അത്ര സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അവർ തമ്മിൽ. എന്താണ് സൗബാൻ? ആ സഹാബി ഒന്നുമില്ല, ഒന്നുമില്ല നബിയെ. വീണ്ടും നബി ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. നബിയെ, നിങ്ങളുടെ ഖുത്ബ കേൾക്കാൻ എനിക്ക് സാധിക്കുന്നു, നിങ്ങളുടെ ഇമാമത്തിന്റെ പിറകിൽ നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നു, നിങ്ങൾ വിളിച്ചയിടത്തേക്ക് വരാൻ നബിയെ എനിക്ക് സാധിക്കുന്നു, നിങ്ങളെ കാണാൻ എല്ലാ ദിവസവും എനിക്ക് സാധിക്കുന്നു. പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോ അങ്ങ് വലിയ ദറജയിലായിരിക്കുമല്ലോ, ഉന്നതമായ പദവിയിൽ താങ്കൾ എത്തുമ്പോ അങ്ങേര് ഒരു നോട്ടം കാണാൻ, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോ, നിങ്ങളെ മുഖത്ത് നോക്കിയപ്പോ അവിടുത്തെ കാര്യം ആലോചിച്ചപ്പോ അവിടെ എത്തുമ്പോ നിങ്ങളെ കാണാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോ വിഷമം വന്നു എന്ന് പറഞ്ഞു. അത് കണ്ണീരായിട്ട് ഒഴുകി എന്ന് പറഞ്ഞു. സ്നേഹ പ്രിയപ്പെട്ടതേ, അത് നബിന്റെ പേരുച്ചരിക്കാൻ സ്നേഹം കൊണ്ട് സാധിക്കാത്തവരാണ് സ്വഹാബാക്കിറ. നബിയുടെ പേര് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു സ്നേഹം അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. ഈ സ്വഹാബിയുടെ വിഷമം കൃത്യാണെന്ത്? നബി പരലോകത്തെത്തുമ്പോ നബിനൊന്ന് കാണാൻ പറ്റുമോ? നബിയൊക്കെ വലിയ ദർജയിലായിരിക്കുമല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ കാര്യത്തിൽ ഇടപെടുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ, ഇന്നത്തെ വലിയ ഉസ്താദന്മാരൊക്കെ ആണെങ്കിൽ പറയാം പ്രശ്നമൊന്നുമില്ല, അവിടെ ചെന്ന് നമുക്ക് സോൾവ് ചെയ്യാം, നമ്മളുടെ ഇടപെടും എന്നൊക്കെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുത്ത് റസൂൽ മൗനം ദീക്ഷിച്ചു. കാരണം എന്താ? ഈ ദീനിന്റെ വിഷയമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹി അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിക്ക് സംസാരിക്കാൻ പറ്റൂല. സ്വർഗത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ പ്രശ്നം, അള്ളാഹുവിൽ നിന്നുള്ള വഹി കിട്ടാതെ പറയാൻ പറ്റുമോ? വിശ്വാസികളെ, മുത്ത് റസൂലിന്റെ മൗനം, മുത്ത് റസൂലിന്റെ മൗനത്തിനും ആ സഹോദരന്റെ കണ്ണീർ പൊഴിക്കലിനും സാക്ഷിയായ ലോകത്തിന്റെ നാഥൻ ജിബ്രീൽ എന്ന മലക്കിലൂടെ ആയത്തുമായി വരികയാണ്. ജിബ്രീൽ എന്ന മലക്ക് ആയത്ത് കൊണ്ടുവരുന്നു.
വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ആരല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ ഓലെ ഫ്രണ്ട് ആരാ? നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളൊക്കെ ഓലെ ഫ്രണ്ട് പരലോകത്ത് സ്വർഗത്തിൽ. ഈ ആയത്തിറങ്ങിയ റസൂൽ വിളിച്ച സൗബാൻ, നിന്റെ വിഷമം, നിന്റെ കണ്ണീര് 7 ആകാശങ്ങൾക്ക് മെതിയുള്ള റബ്ബ് കണ്ടിരിക്കുന്നു. വിശ്വാസികളെ, ഈ സംസാരം കേൾക്കുമ്പോ അള്ളാഹു നമ്മെ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആരെക്കാളും നമ്മുടെ കണ്ണീര് കാണാൻ പടച്ച റബ്ബ് ഒരുക്കമാണ്. നമ്മുടെ വേദന അറിയാൻ അവൻ ഒരുക്കമാണ്. നമ്മുടെ മനസ്സിന്റെ നീറ്റലുകൾ ആരുടെ മുന്നിലും ഞാൻ നിങ്ങളും അവതരിപ്പിക്കുന്നതിലുപരി റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിച്ചോ പരിഹരിക്കപ്പെടും. അള്ളാന്റെ റസൂൽ പറയാം, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിച്ചോ. അവിടെ എന്താ? ഖുർആന്റെ വെളിച്ചം ജീവിതത്തിന്റെ വെളിച്ചമാക്കുക. അള്ളാഹുവിന്റെ വാക്കുകളെ, അള്ളാന്റെ റസൂലിന്റെ വാക്കുകളെ നിന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക. വിശ്വാസികളെ, അതാണ് സ്വർഗത്തിൽ നബിയുടെ ചാരത്ത് കഴിയാൻ അവസരമെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കും. അപ്പൊ എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? നബിനെ സ്നേഹിക്കണോ? ഫർള് കഴിയുമ്പോ തന്നെ വേഗം എണീറ്റ് ഓടണ്ട. ജുമയാണ് കഴിഞ്ഞാലേ ഒന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലി പറഞ്ഞോളി. 33 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തികച്ചോളിയും. പ്രിയപ്പെട്ടവരെ, സലാം വീട്ടിൽ പുറത്തുനിന്നാകണ്ട അല്ലെ? ചില ആളുകളൊക്കെ സലാം വീട്ടിൽ പുറത്താണ്. അങ്ങനെ ആവല്ലേ. സ്വല കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നസ്കരിച്ചൊന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിച്ചോ, റബ്ബിനോടൊന്ന് വിഷമം പറഞ്ഞോ, ഒരു 4 സ്വലാത്ത് നബിയുടെ പേര് ചൊല്ലിക്കോ, നബിയുടെ സുന്നത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോ. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അവന്ന് കൊണ്ടുവന്നതിനെ സ്വീകരിക്കുകയും നോ എന്ന് പറഞ്ഞ് പൂർണ്ണ അകലാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചക സ്നേഹം അതാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, നിങ്ങൾ എന്നെ പിന്തുടരണം. യുഹിബ്ബിക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾ ഇഷ്ടപ്പെടും. അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. ആ സഹാബിയോട് റസൂൽ അതാണ് പറഞ്ഞത്. അതാണ് പ്രവാചകൻ തിരുമേനിയുടെ വീട്ടിൽ 13 കൊല്ലം ഖിദ്മ ചെയ്തൊരു സഹാബിയാണ്. നബിക്ക് തൊഴിലാളി വേലക്കാരന് വീട്ടിൽ കഴിയല്ല. സഹാബത്തിന് അങ്ങനെ നബിന്റെ വീട്ടിൽ ചെല്ലും, നബിക്ക് എന്തെങ്കിലും ഖിദ്മ ചെയ്യും, വലിയ പുണ്യാണ്. 13 കൊല്ലം നബിയുടെ വീട്ടിൽ ഖിദ്മ ചെയ്ത ഒരു സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. എന്നാ സഹാബി നബിന്റെ മഹൽ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞത്, ഒരു ദിവസം പോലും നബിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എനിക്ക് സാധിക്കാത്തതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാണ് എന്റെ മുന്നിൽ നബി എന്റെ കൂടെ ചെയ്യും. അതാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി പറഞ്ഞൊരു വാക്ക്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബിയെ സ്നേഹിക്കേണ്ടത് മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ആരെന്റെ സുന്നത്തിനെ സ്നേഹിച്ചോ അവൻ എന്നെ സ്നേഹിച്ചു. അങ്ങനെ എന്റെ സുന്നത്തിനെ എന്നെ സ്നേഹിക്കുന്നവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്ക് മരിച്ചു പോകാം. അള്ളാഹുവിന്റെ തിരുസന്നിധിയിലെത്തണം. എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ രോഗികൾ? എത്ര ആളുകളാണ് ഈയിടെയായി നമ്മുടെ മഹല്ലിൽ മരണപ്പെട്ടത്? അവരൊക്കെ ജീവിതം ആഗ്രഹിക്കാത്തവരായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഇതൊന്നും വാശിയുടെയും വഴക്കിന്റെയും വിഷയമല്ല. ഓലിത് ആഘോഷിക്കണം, നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ദീനിൽ വാശിയും കാണുമല്ല. പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു, ആ പ്രമാണങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും നമ്മുടെ സഹോദരങ്ങളോട്, ബഹുഭൂരിപക്ഷം വരുന്ന ഉമ്മത്തിനോട് നമുക്ക് വിഷമമില്ല, നമുക്ക് വെറുപ്പില്ല. അവരും നന്മയിലാകണം, അവരും തൗഹീദിന്റെ വഴിയിൽ വരണം, അവരും പ്രവാചകന്റെ കൃത്യമായ പ്രവാചക സ്നേഹത്തിലേക്ക് വരണം എന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ, പ്രവാചകന്റെ സ്വഹാബാക്രാൻ ജീവനേക്കാൾ നബിയെ സ്നേഹിച്ച സഹാബത്ത് നബിയെ സ്നേഹിച്ചതുപോലെ ആ പ്രവാചകനുള്ള മഹബത്ത് വെച്ച് പുലർത്തി യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നു പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. വിശ്വാസികളെ, പ്രവാചക സ്നേഹം എങ്ങനെയല്ല എന്നതാണ് ചുരുങ്ങിയ രൂപത്തിൽ സംസാരിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും തന്നെ അമിതമായി പുകഴ്ത്തുന്ന ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിങ്ങനെ വരുമ്പോ മറ്റുള്ളവർ തന്നെ എന്താ ബഹുമാനിക്കാത്തോ എന്നൊരാൾക്കാണ് തോന്നിയാൽ അവന് നരകത്തിൽ സീറ്റ് ഉറപ്പാണ്. എന്താ പിന്നെ കണ്ടോന്നൊരു ബഹുമാനിക്കാത്തെന്ന് തോന്നാൻ പാടില്ലാന്ന് ആരാ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ആ ആദരവ് ആരാധനയിലേക്ക് എത്തുമെന്ന റസൂലുള്ളാഹിന്റെ കാഴ്ചപ്പാടാണ്. ആദരിച്ച് പിന്നെ പടച്ചോനാക്കി ആരാധനയിലേക്ക് എത്തുമെന്ന അവിടൊക്കെ മുളയിലെ പ്രവാചകൻ തിരുമേനി നുള്ളാണ്. ഇബ്രാഹിം എന്ന റസൂലുള്ളാഹിന്റെ മോൻ മരിച്ചപ്പോ അന്ന് ഗ്രഹണം ഉണ്ടായി. ഇതും ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ ഇതൊന്നും ബന്ധപ്പെടുത്തി നബിയോളുടെ മകൻ മരിച്ച ദുഃഖം ഗ്രഹണം ബാധിച്ചു എന്ന രൂപത്തിൽ സംസാരമായി. കാരണം അങ്ങനെയുള്ള എന്തിനും കൂട്ടിയോജിപ്പിക്കാനുള്ള സമൂഹത്തിന്റെ അവസ്ഥ. നബി അവിടെ ഇടപെട്ടു.
ഇടപെട്ടു റസൂൽ പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ലാ. ശംസും ഖമറും അള്ളണ്ട് എന്നതിന് തെളിവാണ്. ഒരാൾ ജനിച്ചു മരിച്ചുകൊണ്ട് ഗ്രഹണം ബാധിക്കും മറ്റൊന്നുമില്ല. വേഗം ഗ്രഹണസ്കാരം നിർവഹിക്കാൻ നബി സഹാബത്തിനെ പഠിപ്പിക്കാൻ. അതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രവാചകന്റെ മദ്ഹ് എന്ന് പറഞ്ഞ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എന്ന് പറഞ്ഞ് ശിർക്കാണ് പ്രിയപ്പെട്ടവരെ. അല്ലെ, ജാഥവരും നമ്മുടെ ഇടത്തനാട്ടുകയിലടക്കം നടക്കും ജാഥകൾ. അറ്റമില്ലാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ, ഇതാ നബി അങ്ങയോട് വിഷമം ബോധിപ്പിക്കുന്നു. പാടോ പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ റസൂലിന് നമ്മുടെ വിഷമം പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ റസൂലിന് നമ്മുടെ വേദന പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ റസൂൽ ആരോട് വേദന പറഞ്ഞു? ആരോട് പ്രവാചകൻ ഇസ്തിഗ്ഫാറിനെ തേടി? റഹ്മാനായ റബ്ബിനോട്. അല്ലേ, യാക്കൂബ് നബിയുടെ പ്രാർത്ഥനയായി ഖുർആനിൽ നിന്ന് നമുക്കറിയാം, ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ വേദന, എന്റെ വിഷമം റബ്ബേ നിന്നോടാണ് എനിക്ക് പറയാൻ. പ്രിയപ്പെട്ടവരെ, അല്ലേ, ഒരിക്കലും നബി താൻ പോലും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഗൈബ് അറിയുന്ന ഒരു പ്രവാചകൻ വന്നു എന്ന നിലക്കൊക്കെ ഇങ്ങനെ മദീനക്കാരിങ്ങനെ പാട്ടുപാടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുക. അത്ര സ്നേഹത്തോടെയാണ് മദീനക്കാർ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത്. അതിലിങ്ങനെ പാട്ടുപാടിയ കൂട്ടത്തിൽ ആദർശം അറിയുന്ന ഒരു നബിയൊക്കെ ഞങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു ഒക്കെ പാടിയപ്പോ, എന്നാ നബിയാണ് ഉണ്ടാതിരുന്നോ? അള്ളാഹിന്റെ റസൂലിന്റെ അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വങ്ങൾ ആലോചിച്ചൊക്കെ എന്ത് ദീനിനെതിരെ ഭാവിയിൽ വരുമെന്ന് കണ്ടാലും അവിടെ റസൂൽ ഇടപെടും. പ്രവാചകൻ തിരുമേനി ആ ഒരു വരി, ബാക്കിയുള്ള വരികളിലൊന്നും അപകടമില്ല, ആ വരി പാടിയപ്പോ റസൂൽ ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടാം. ഇങ്ങോട്ട് ലാത്തത്തുറൂനി, ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ പ്രവാചകനെ ആ ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് ഉയർത്തിയതുപോലെ നിങ്ങൾ എന്നെ ഉയർത്തല്ലേ. ഇന്നമാനാബുദുള്ള നബി അഭിമാനത്തോടെ നിങ്ങൾ അള്ളാന്റെ ഒരു ദൂതൻ, അള്ളാന്റെ ഒരു അടിമ ഇതാ മദീനത്തെത്തി എന്ന് പറയൂ എന്ന് തിരുത്തി പറയാൻ ആവശ്യപ്പെടാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നബിയോട് സ്നേഹമുണ്ടോ? ഇന്ന് രാവിലെ 10 വട്ടം സലാത്തിയല്ലേ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? കൈപൊക്കണ്ട, അങ്ങനെ മനസ്സുകൊണ്ട് കൈപൊക്കി. നിങ്ങൾ നബിയെ നല്ല സ്നേഹിക്കുന്നവരാ. രാവിലെ നേരം വെളുത്തിട്ട് പ്രഭാതത്തിലെ ദിക്റിന്റെ കൂടെ ഒരു 10 സലാത്ത് നബിയുടെ പേരിൽ ചെല്ലിയവർ ഈ പള്ളിയിലുണ്ടെങ്കിൽ നിങ്ങൾ നബിയോടുള്ള മഹബത്തുള്ളവരാണ്. വൈകുന്നേരവും 10 സലാത്ത് നബിയുടെ പേരിൽ ചെല്ലണം പ്രിയപ്പെട്ടവരെ, എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടും. അതാ നബിയെ സ്നേഹം. നിസ്കാരമില്ല, സുബഹിയില്ല, സുബയുടെ സുന്നത്തുമില്ല, ഒന്നുമില്ല. റമളാനിലൊരു 10 റബീഉൽ മാസത്തിൽ 10 റോഡൊക്കെ ഒന്ന് ബ്ലോക്കാക്കിയിട്ട് ഒന്നുണ്ട് ഉഷാറാക്കി കുറച്ച് മധുരപലഹാരം വിതരണം ചെയ്ത് അതിൽ ഞാനൊന്നുണ്ട് സാന്നിധ്യം ഉറപ്പിച്ചാല് അള്ളാഹിന്റെ സ്വർഗത്തേക്കാണ് പോകുമെന്ന് പാവപ്പെട്ട സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. റബീഉൽ മാസത്തിൽ 10 20 അല്ലെങ്കിൽ ഒരു മാസമോ സ്നേഹിച്ച് ഞാൻ അടുത്ത റബീഉൽ മാസം വരെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതല്ല പ്രവാചക സ്നേഹം. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 365 ദിവസം നബിയുടെ സ്നേഹം രക്തത്തിൽ അലിഞ്ഞു ചേരണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കല്ലും ബദരും വേർതിരിച്ച് മനസ്സിലാക്കി ഹക്കായ വഴിയിൽ സഞ്ചരിച്ച് അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്. ക്യാൻസർ പോലുള്ള വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സ്ട്രോക്കിന്റെ പ്രയാസമുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ആർക്കൊക്കെ ഈ പറയപ്പെട്ടതൊക്കെയുണ്ടോ അള്ളാഹു ശിഫായിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തുമാറാകട്ടെ. അതിന് നേതൃത്വം നൽകുന്ന മാതാപിതാക്കളാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന് റബ്ബ് നമ്മെ അകറ്റുമാറാകട്ടെ. സുന്നത്തുകൾ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.